വക്കീലേ, പേപ്പർ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും വ്യക്തമാവണില്ല. ഇത് എങ്ങനെയൊക്കെയാ വായിക്കേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞുതരാൻ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടോ? കബീർ എവിടെ? കബീർ ഇപ്പൊ 2 ദിവസമായി ഇവിടുന്ന് പോയിട്ട് ഒന്നത അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളവരുടെ എങ്ങനെയൊന്ന് പറഞ്ഞു തന്നാണി. വക്കീലെ, എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എറണാകുളത്ത് ചെന്നിട്ട് ഇടുപ്പത് പണികളാണ്. നിങ്ങൾ ഇന്റത് ഏതൊക്കെയാന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ തീരുമാനമാക്കി തന്നാൽ. അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഇത്. അപ്പൊ അത് എല്ലാവരും വേണം, എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ പെങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അതാണ് ഇന്ന വാപ്പ കാര്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു ധാർമ്മികമായ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. എവിടെയായിരുന്നു കബീറജി? വക്കീൽ എത്ര നേരം കാത്തിക്കണ്? വക്കീൽ കുറെ വക്കീൽ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഹൈദരാബാദ് വരെ ഞാനും മുജീബാക്കി ഒരു യാത്ര ഉണ്ടായിരുന്നു. അല്ല കാക്ക, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായോ? നമ്മളെ മോളിട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ എങ്ങനെ നമ്മൾ തീരുമാനിച്ചോ? മോട്ടിന്റെ കാര്യം ഇപ്പൊ എന്താ? ഇപ്പൊ അവളെ പേരിൽ പോലീസ് ഒത്തിരി വെച്ചിരിക്കുന്നു. ഒളിത്താലും നമ്മളെ ഞാൻ അനക്ക് നോക്കണം. ഇതുകൊണ്ടേക്കോ? അത് ശരി. അപ്പൊ നിങ്ങൾ പെങ്ങളെ ആര് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ധാരണയിൽ എത്തിയിട്ടില്ല ഇതുവരെ? അതിൽ ഞങ്ങൾ തമ്മിൽ തർക്കമില്ല വക്കീലെ. ഓല് നമ്മളെ കൂടപ്പറപ്പല്ലേ. അത് ഞാനാ കബീറ, ഞങ്ങളൊക്കെ നോക്കിക്കോളാം. അത് കാക്ക, ഓളി നമ്മളെ കൂടപ്പുറപ്പ് തന്നെയാണ്. ആർക്കും മടുത്താലും ഞമ്മക്ക് മടുക്കൂല, ഒക്കെ ശരി തന്നെ. പക്ഷെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും അങ്ങനെ ആയിക്കോളണമെന്നല്ലോ. വക്കീലെ, 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ, ഹൈദരാബാദിൽ നിന്നു. ഇവിടെ നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചിരുന്നല്ലോ ലത്തീഫ് പറഞ്ഞ ആള്. വക്കീലിനെ അറിയുന്ന കാര്യമാണ്. ഓനെ കണ്ടുപിടിക്കാനായിരുന്നു ഞാനും മുജീബാക്കും കൂടി ഇവിടുന്ന് ഒരു യാത്ര പോയിട്ടുണ്ട്. നമ്മൾ എന്ത് പകരം കൊടുത്താലും ഓനെ നമുക്ക് തിരിച്ചു കൊടുക്കലാണ് ആവശ്യം. അതിനു വേണ്ടിയിരുന്നു ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലാതെ ഇരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? ഇത് കുറെ ചുറ്റിക്കറങ്ങി പോകുന്നല്ലാതെ ഓനപ്പോ കിട്ടിയ നിങ്ങൾക്ക്? മേതുട്ടിയെ, ഏതൊരു കാര്യത്തിനും നമ്മൾ ആത്മാർത്ഥതയിൽ പ്രവർത്തിച്ചൊരു വേക്കിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലേ അത് ലക്ഷ്യത്തിൽ തന്നെ ചെയ്യും. കബീർ റജി ഓരോ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കാം. ലത്തീഫേ, ഇങ്ങോട്ട് ഇറങ്ങടാ. കബീർ, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം നിങ്ങളെ വാപ്പി അവസാന കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട് അത് കേൾക്കാൻ, അതിന് സാക്ഷിയാകാനും പറ്റിയത്. ആ മേതുട്ടിയെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വന്നൊക്കെ ഒന്നിപ്പോ അതിനെ പറ്റി ചിന്തിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ നമുക്ക് എന്താ പറയുക, പോലെ 2 നിൽക്കാതെ അല്ലെങ്കിൽ എനിക്കൊന്ന് നടത്തി കൊടുക്കുക, അതുള്ളൂ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ചിന്തയിൽ ചെയ്യാനുള്ളത്. എന്താ ലത്തീഫ, ഈ കാക്കാനോട് പൊരുത്തപ്പെട്ട് വരണടാ. അന്നത്തെ ഒരു അറിവില്ലായ്മ കൊണ്ടേ എനിക്കും വാപ്പാക്കും ചില തെറ്റ് പറ്റി. അതിൻ്റെ ദുരിതമാണ് എൻ്റെ പെങ്ങൾ ഇതുവരെ അനുഭവിച്ചത്. എന്താ കാക്ക ഫസീലാക്ക് പറ്റിയത്? ഊളിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞല്ലോ. ലത്തീഫേ, അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ ഞങ്ങളെ മോളിട്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടും ആരോടും സംസാരിക്കലൊന്നുമില്ല. ഞങ്ങളിനി ഓളെ കാണിച്ചാലും ചികിത്സിക്കാനുള്ള സ്ഥലം വേറെ ഒന്നും ബാക്കിയില്ല. ഇനി എല്ലാം ശരിയാക്കിയിട്ട് വേണം.